നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഡൽഹിയിൽ വമ്പൻ ട്വിസ്റ്റ്. രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതാവാക്കി ഇന്ത്യ സഖ്യത്തിന്റെ യോഗം. കേജ്രിവാളിനെ മദ്യനയ കേസിൽ തിഹാർ ജയിലിലെത്തി CBI ചോദ്യം ചെയ്തു. അറസ്റ്റ് ഉണ്ടായേക്കും, ജാമ്യം കിട്ടുമെന്ന അവസ്ഥയിൽ വൻ ട്വിസ്റ്റ്. മദ്യനയ കേസിൽ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കേജ്രിവാളിന് ജാമ്യം കിട്ടുമെന്ന് തോന്നിച്ചതാണ്. എന്നാൽ കുരുക്ക് മുറുകി. മദ്യനയ കേസിൽ തിഹാർ ജയിലിലെത്തി ചോദ്യം ചെയ്ത് CBI അറസ്റ്റിനായുള്ള നടപടികൾ തുടങ്ങിയതായി അറിയിച്ചു. നാളെ കേജ്രിവാളിനെ CBI കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമേ അറസ്റ്റ് നടപടിയിലേക്ക് കടക്കൂ എന്ന് CBI പറയുന്നു. കേജ്രിവാളിന്റെ ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കെയാണ് CBIയുടെ അപ്രതീക്ഷിത നീക്കം. അതേസമയം കേജ്രിവാളിനെ വീണ്ടും കുടുക്കാനുള്ള നീക്കമാണെന്ന് AAP പ്രതികരിച്ചു. മദ്യനയ കേസിൽ വിചാരണ കോടതി നൽകിയ ജാമ്യം ചോദ്യം ചെയ്തത് ED നൽകിയ ഹർജിയിൽ അരവിന്ദ് കേജ്രിവാളിന് തിരിച്ചടിയാണ് ഉണ്ടായത്. ജാമ്യം സ്റ്റേ ചെയ്ത ഹൈക്കോടതി EDയുടെ അപേക്ഷ പരിഗണിക്കാൻ കൂടുതൽ സമയം വേണമെന്ന് ചൂണ്ടിക്കാട്ടി. അവധിക്കാല ബെഞ്ചിന് തീരുമാനമെടുക്കാനാകില്ലെന്നും വിചാരണ കോടതി ഉത്തരവിലെ ചില നിരീക്ഷണങ്ങൾ ശരിയല്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. കേജ്രിവാളിന് ജാമ്യം അനുവദിച്ച വിചാരണ കോടതി ഉത്തരവ് ഹൈക്കോടതി നേരത്തെ താൽക്കാലികമായി സ്റ്റേ ചെയ്തിരുന്നു. ഇന്ന് പരിഗണിച്ച കോടതി വിചാരണ കോടതി വിധി സ്റ്റേ ചെയ്തു. അതേസമയം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധിയെ തിരഞ്ഞെടുത്തു. ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തതെന്ന് KC വേണുഗോപാൽ മാധ്യമങ്ങളോട് പറഞ്ഞു. രാഹുൽ ഗാന്ധിയാണ് പ്രതിപക്ഷ നേതാവാണെന്ന് അറിയിച്ചുകൊണ്ട് പാർലമെന്ററി പാർട്ടി നേതാവ് സോണിയാഗാന്ധി പ്രോടൈം സ്പീക്കർക്ക് കത്ത് നൽകി. 18ാമത് ലോക്സഭയിൽ റായ്ബറയിലെ MP-ആയ രാഹുൽ ഗാന്ധി ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. പ്രതിജ്ഞയ്ക്കായി ക്ഷണിച്ചപ്പോൾ ജോഡോ ജോഡോ ഭാരത് ജോഡോ എന്ന മുദ്രാവാക്യം മുഴങ്ങിയാണ് പ്രതിപക്ഷം രാഹുലിനെ സ്വാഗതം ചെയ്തത്. അതേസമയം BJP അംഗങ്ങൾ ജയ് ശ്രീറാം മുഴക്കി. ഭരണപക്ഷത്തെ നോക്കി ഭരണഘടന ഉയർത്തിക്കാട്ടിയുമാണ് രാഹുൽ ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്തത്. BJP MP ഛത്രപാൽ സിംഗ് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ജയ് ഹിന്ദു രാഷ്ട്രം എന്ന് വിളിച്ചതും അസുദ്ദീൻ ഒവൈസി ജയ് പലസ്തീൻ എന്ന് പറഞ്ഞതും സഭയിൽ വലിയ ബഹളത്തിനിടയാക്കി. പ്രതിപക്ഷത്തിന് വലിയ ഊർജ്ജമായി മാറുകയായിരുന്നു 18ാമത് ലോക്സഭയിലെ രാഹുൽ ഗാന്ധിയുടെ സത്യപ്രതിജ്ഞ. രാഹുലിന് ശേഷം അമേഠിയിൽ നിന്നുള്ള കിഷോരിലാൽ ശർമ്മയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. കനൌജ് MP-ആയ അഖിലേഷ് യാദവും സത്യപ്രതിജ്ഞ ചെയ്തു. ഹൈദരാബാദിൽ നിന്ന് വിജയിച്ച AIMIM നേതാവ് അസുദ്ദീൻ ഒവൈസി സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ജയ് പലസ്തീൻ മുദ്രാവാക്യം വിളിച്ചതാണ് ഭരണപക്ഷത്തെ ചുടിപ്പിച്ചത്. പാർലമെന്റിൽ ഇത് അനുവദിക്കില്ലെന്ന് പറഞ്ഞ BJP MP ശോഭ കരന്ദ്ലജെ സത്യപ്രതിജ്ഞ അസാധുവാക്കണമെന്നും ആവശ്യപ്പെട്ടു. പിന്നീടെത്തിയ BJPയുടെ ബരേലി MP ഛത്രപാൽ സിംഗ് ഗംഗ്വാർ സത്യവാചകത്തിന് ശേഷം ജയ് ഹിന്ദു രാഷ്ട്ര വിളിച്ചപ്പോൾ പ്രതിപക്ഷവും ബഹളം വെച്ചു. ഗാസിയാബാദ് MP അതുൽ ഗാർഗ് സത്യവാചകത്തിന് ശേഷം നരേന്ദ്രമോദിക്കും ഹെഡ് ഗവർണറും ജയ് വിളിച്ചതും പ്രതിപക്ഷ ബഹളത്തിനിടയാക്കി. അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച സമാജ്വാദി പാർട്ടി നേതാവ് അവധേഷ് പ്രസാദിന്റെ സത്യപ്രതിജ്ഞ ജയ് ശ്രീറാം വിളിച്ചാണ് പ്രതിപക്ഷം ആഘോഷിച്ചത്. തമിഴ്നാട്ടിൽ നിന്നുള്ള അംഗങ്ങൾ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം നീറ്റ് പരീക്ഷ റദ്ദാക്കണമെന്നും ആദിവാസികൾക്കെതിരായ അതിക്രമം അവസാനിപ്പിക്കണമെന്നും മുദ്രാവാക്യം വിളിക്കുന്നതിനും സഭ ഇന്നലെ സാക്ഷിയായി.